ശ്രദ്ധിക്കുന്നു. എൻ്റെ പേര് ഈ പറഞ്ഞ പോലെ AK തിരുമേനി എന്നാണ്. ഞാൻ കായംകുളം വലിയഴിക്കൽ എന്ന് പറയുന്ന പ്രദേശത്താണ് എൻ്റെ വീട്. ഞാൻ ഒരു ഹൈന്ദവ ക്ഷേത്ര പുരോഹിതനായിരുന്നു 2.5 വർഷം മുമ്പ് വരെ. കാരണം ഞാൻ കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവുമുള്ള ഹൈന്ദവ ക്ഷേത്ര പൂജാരിയായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ടൈമിൽ ഞാൻ നിന്നിരുന്നത് അഹമ്മദാബാദിൽ വെച്ച്. അഹമ്മദാബാദിൽ ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഞാൻ ഹലോ ഹലോ കേൾക്കാം, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ. അപ്പോ ഞാന് ഈ അഹമ്മദാബാദ് അവിടെ ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് എനിക്ക് കലശലായ വയറുവേദനയും അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണവും അനുഭവപ്പെടുന്നു. അങ്ങനെ തൊട്ടടുത്ത ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ വയറുവേദനയ്ക്കോ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തത്തിനോ യാതൊരു കുറവും ഉണ്ടായില്ല. അങ്ങനെ തുടർന്ന് വീട്ടിൽ കേരളത്തിലോട്ട് വരണം, ഇവിടെ നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ കാണിക്കാം എന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ വരികയും തുടർന്ന് എന്നെ ട്രിവാൻഡ്രത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റലുകാർ പറഞ്ഞത് ഇതാണ്: ഇദ്ദേഹത്തിന് ലിവർ സിറോസിസ് ആണ്. ലിവർ സിറോസിസിന്റെ അവസാന സ്റ്റേജിലാണ് ഇദ്ദേഹം. അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ലിവർ മാറ്റിവെക്കണം. ലിവർ മാറ്റിവെക്കാതെ ഇദ്ദേഹത്തിന് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചു വരാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. തുടർന്ന് കുറച്ച് ദിവസം അവിടുത്തെ ചികിത്സയൊക്കെ നടത്തിയതിനു ശേഷം അവർ മൃതസഞ്ജീവനിയിൽ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തു. അവിടെ നിന്ന് ഞാൻ കുറച്ച് അസുഖം അല്പം ശമനം കിട്ടിയപ്പോൾ വീണ്ടും എൻ്റെ നാടായ കായംകുളത്ത് വന്നു. അവിടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ വീണ്ടും പൂജകൾ തുടർന്ന് ആരംഭിച്ചു. ഈ സമയത്തൊക്കെ തന്നെ എൻ്റെ ബന്ധുമിത്രാദികളും എൻ്റെ പ്രിയ സൗഹൃദങ്ങളുമൊക്കെ പല ജ്യോതിഷന്മാരെയും, എനിക്ക് പരിചയമുള്ള ജ്യോതിഷന്മാരെയും അതുപോലെ തന്നെ പല തന്ത്രിമാരുടെ അടുത്തേക്ക് ചെന്നിട്ട്, അതുപോലെ തന്നെ എൻ്റെ വീട്ടുകാരൊക്കെ തന്നെ, ബന്ധുക്കളൊക്കെ തന്നെ പല ജ്യോതിഷന്മാരെ കാണുകയും ഇദ്ദേഹത്തിന് മരണകരമായ സാഹചര്യമാണ്, ഈ ലിവർ സിറോസിന്റെ അവസാന സ്റ്റേജിലാണ്, ലിവർ മാറ്റിവെക്കാതെ ജീവൻ തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ എൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ പല ജ്യോതിഷന്മാരുടെ മുമ്പിലൊക്കെ പോയി അവർ പറയുന്ന പരിഹാര ക്രിയകളും അവർ പറയുന്ന ചില ശാപദോഷങ്ങളൊക്കെ അവർ പറയാറുണ്ട്. കാരണം ഇദ്ദേഹത്തിന് ശാപദോഷമാണ്, ഇദ്ദേഹത്തിന് മൃത്യുദോഷമാണ്, അതിന് ഇന്ന ഇന്ന പരിഹാരങ്ങൾ നടത്തിയാൽ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്ന് അവർ പറയുകയുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം സകലവും എൻ്റെ വീട്ടുകാരനുസരിച്ചു. പല ക്ഷേത്രങ്ങളിലും പോയി പല വഴിപാടുകൾ കഴിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് പറ്റുന്ന, അല്ലെങ്കിൽ ഞാൻ ആചരിച്ചിരുന്ന, ഞാൻ ആരാധിച്ചിരുന്ന എൻ്റെ ദൈവങ്ങളെയെല്ലാം ഞാനും വിളിച്ച് പ്രാർത്ഥനയും അതുപോലെ തന്നെ പരിഹാര കർമ്മങ്ങളും ഒക്കെ അനവധി ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ സഹോദരിമാരടക്കം പല പല ക്ഷേത്രങ്ങളിലും അന്നദാനങ്ങൾ നടത്തി. കാരണം എല്ലാ ദാനങ്ങൾക്കും ഏറ്റവും മഹത്തരമായ ഒരു ദാനമാണ് അന്നദാനം എന്ന ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് പല ക്ഷേത്രങ്ങളിലും അന്നദാനങ്ങൾ നടത്തി. അങ്ങനെ പരിഹാര പൂജകളും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്നതെല്ലാം ജ്യോതിഷന്മാര് അല്ലെങ്കിൽ തിരുമേനിമാർ പറയുന്ന വ്യവസ്ഥ അനുസരിച്ച് പലയിടത്തും പോയി പല പരിഹാരങ്ങളും ചെയ്ത് സാമ്പത്തികപരമായി തന്നെ എന്താ പറയാ, ഹോസ്പിറ്റലും ഇതുപോലുള്ള കാര്യങ്ങളും ഒക്കെ പോയി ഞാൻ മുമ്പ് ഉണ്ടാക്കിയിരുന്ന സാമ്പത്തികങ്ങളൊക്കെ നഷ്ടമായി. കാരണം ഞാനും മുമ്പ് ഈ പൂജ ഫീൽഡിൽ നിൽക്കുന്ന സമയത്തും അനേകം സാമ്പത്തികങ്ങളൊക്കെ എനിക്കും കിട്ടുമായിരുന്നു. കാരണം ഒരു ക്ഷേത്ര പൂജ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭഗവതി സേവ അങ്ങനെ തുടങ്ങുന്ന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് അനവധി
സാമ്പത്തികങ്ങൾ എൻ്റെ കരത്തിൽ കിട്ടുമായിരുന്നു. പക്ഷെ ആ കിട്ടിയതെല്ലാം ഹോസ്പിറ്റലിൽ കൊടുത്തു തീർക്കേണ്ട ഒരു സാഹചര്യമാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. അങ്ങനെ ജ്യോതിഷന്മാര് പറയുന്ന പരിഹാര ക്രിയകളിലൂടെ അനവധി സാമ്പത്തികങ്ങളൊക്കെ അങ്ങനെ പോയി നിൽക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും എൻ്റെ ലിവറിലേക്കുള്ള വെയിൻ പൊട്ടാനിടയായി. ആ പൊട്ടാനിടയായ സാഹചര്യം അത് കൊറോണ കാലഘട്ടമാണ്. അതുപോലെ തന്നെ വണ്ടിക്കും അതുപോലെ തന്നെ യാത്രയ്ക്കൊന്നും അത്ര സുഗമകരമായ ഒരു അവസ്ഥയല്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ എൻ്റെ കായംകുളത്ത് നിന്നും എന്താ പറയാ, എൻ്റെ സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ആംബുലൻസിൽ വീണ്ടും ഈ ട്രിവാൻഡ്രത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് അവര് നേരെ എന്നെ ആ വെന്റിലേറ്ററിലോട്ട് കയറ്റുകയായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇദ്ദേഹത്തിന് നേരത്തെ ആയിരുന്നെങ്കിൽ ലിവർ മാറ്റ ശസ്ത്രക്രിയ നടത്താമായിരുന്നു. കാരണം ഇദ്ദേഹത്തിന്റെ ശരീരം അതിനാപ്റ്റാകുന്ന രീതിയിലല്ല ഇപ്പം. കാരണം ശാരീരിക അവസ്ഥ അത്ര ക്ലിയർ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വരാൻ യാതൊരു ചാൻസും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ വെന്റിലേറ്ററിൽ നിന്ന് ഒരു ചാൻസും ഇല്ല. അഥവാ എന്തെങ്കിലും ചാൻസ് കിട്ടിയാൽ ഇദ്ദേഹത്തിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ നാട്ടിലുള്ള എൻ്റെ സൗഹൃദങ്ങളാകട്ടെ, എൻ്റെ ചാരിറ്റി മേഖലകളിലൊക്കെ പ്രവർത്തിച്ചവരെല്ലാവരും കൂടെ ഒന്നിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി ഈ ലിവർ മാറ്റ ശസ്ത്രക്രിയക്ക് 31 ലക്ഷം രൂപയോളം അവർ കരുതി. കാരണം ഇദ്ദേഹത്തിന് പെട്ടെന്ന് അങ്ങനെ ഒരു മാറ്റം വരികയാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സാമ്പത്തികങ്ങളെല്ലാം കരത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഡോക്ടർമാർ വിധി എഴുതിയത് വെന്റിലേറ്ററിൽ നിന്ന് ഇദ്ദേഹം പുറത്തു വരാൻ യാതൊരു ചാൻസും ഇല്ല. അങ്ങനെ ഈ വാർത്ത കേൾക്കുന്ന സമയത്താണ് എൻ്റെ വൈഫ് എൻ്റെ അടുത്ത് ഡോക്ടർ വന്ന് പറയുമ്പോൾ അവൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ആ ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടുമ്പോൾ ഒരു ഭ്രാന്തിയെ പോലെ ഓടിയിട്ടുണ്ടാവും. ആ ഓട്ടത്തിലാണ് എൻ്റെ വൈഫിന്റെ അടുത്ത് ഒരമ്മ ഒരു ട്രാക്ട് കൊണ്ടു കൊടുക്കുന്നു. അപ്പോ ആ ട്രാക്ട് മേടിച്ച് കൈ വെച്ചെങ്കിൽ പോലും അവൾ വിളിക്കുവാൻ തയ്യാറായില്ല. കാരണം പ്രത്യേകിച്ച് ഹൈന്ദവ ക്ഷേത്ര പുരോഹിതനാണ് വെന്റിലേറ്ററിൽ കിടക്കുന്നത്. ഹൈന്ദവ വിശ്വാസമുള്ള ഭാര്യയാണ് ഈ അലമുറയിട്ട് കരയുന്നത്. അന്നേരം ഈ വിശ്വാസം എല്ലാം നിലനിൽക്കുമ്പോഴും ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു പാസ്റ്ററിന്റെ നമ്പറാണ് അതിൽ കൊടുത്തിരുന്നത്. ഇതിൽ വിളിച്ചാൽ അവര് പ്രാർത്ഥിക്കും, അവരുടെ സഭ പ്രാർത്ഥിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അവിടെ ഒത്തിരി കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പക്ഷെ അവളത് മേടിച്ചു വെച്ചതിന് ശേഷം എല്ലാവരും കൈവിട്ട സാഹചര്യത്തിൽ ഈ സമയത്ത് എൻ്റെ എൻ്റെ വീടൊക്കെ വൃത്തിയാക്കി ഞാൻ മരിച്ചു മരവിച്ച് എൻ്റെ ബോഡി കൊണ്ടുവരുന്നതും കാത്ത് സുഹൃത്തുക്കൾ ബന്ധുമിത്രാദികളൊക്കെ വീട്ടിലേക്ക് ഒത്തുകൂടിയ ഒരു സമയമാണ്. ഈ സമയത്ത് എൻ്റെ സഹോദരിമാരടക്കമുള്ളവര് അല്ലെ എൻ്റെ സുഹൃത്തുക്കൾ അടക്കമുള്ളവരൊക്കെ ഹോസ്പിറ്റലിലുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ നമ്പര് ഇവളുടെ ഇട്ടത്. അവൾ ഏറ്റവും ലാസ്റ്റ് അവസാന കച്ചിത്തുരുമ്പെന്നോണം ഈ നമ്പറിൽ വിളിക്കാൻ തയ്യാറായി. അവിടെ വെച്ചാണ് എൻ്റെ ജീവിതത്തിന് ഒരു ചേഞ്ച് സംഭവിക്കുന്നത്. കാരണം ഏകദേശം 40-ഓളം ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര പൂജാരിയായിരുന്ന ഒരു മനുഷ്യൻ, പരിഹാരാദി പൂജകൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിച്ച മനുഷ്യൻ, എൻ്റെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ അല്ലെങ്കിൽ മരിക്കപ്പെടും എന്ന് ഡോക്ടർമാർ വിധി എഴുതിയ സാഹചര്യത്തിൽ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ ഭാര്യ നടക്കുമ്പോൾ ആ ഒരു ട്രാക്ട് ഒരമ്മ കൊണ്ടു കൊടുക്കാൻ, ആ സമയത്ത് കൊണ്ടു കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് മേടിച്ച് വിളിക്കുവാൻ തയ്യാറായി എന്നുള്ളതാണ് അതിലേറ്റവും വലിയ തിരിവ്. കാരണം നമുക്കറിയാം നമ്മുടെ സാഹചര്യത്തിൽ ഞാൻ ഈ വേദപുസ്തകം എൻ്റെ കരത്തിൽ സ്പർശിച്ചിട്ട് 2.5 വർഷമേ ആകും. അപ്പോൾ എനിക്ക് വേദപുസ്തകവുമായി യാതൊരു ഇതുമില്ല. അല്ലെങ്കിൽ എൻ്റെ വൈഫിന് പോലും ഇതെന്താണ് അല്ലെ കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന് യാതൊരു തിരിച്ചറിവില്ല. പക്ഷെ ആ സമയത്ത് ഒരു അമ്മ ഒരു ട്രാക്ട് കൊണ്ട് കൊടുത്തപ്പോൾ അവൾ അത് മേടിച്ചു. കാരണം അവസാന കച്ചിത്തുരുമ്പെന്നോളം ഈ ട്രാക്ട് മേടിക്കുവാൻ തയ്യാറാണ്. നമുക്കറിയാം പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളുടെ മുമ്പിലേക്ക് ഇതുപോലുള്ള ദൈവദാസന്മാരും അല്ലെങ്കിൽ ദൈവദാസികളും ട്രാക്റ്റും അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഇതൊന്നും ശരിയല്ല, ഇതൊക്കെ മോശമാണ്, ഇതൊക്കെ തെറ്റാണ് എന്ന് പറയുന്ന ഒത്തിരി പേര് എങ്ങനെ ഈ ട്രാക്റ്റിനെയൊക്കെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് പോകുന്ന അനേകം പേരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് എൻ്റെ ഭാര്യ ഈ ട്രാക്ട് വേണ്ട എന്ന്
പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഒരു സാക്ഷിയായി ഈ ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധിയും പ്രതികൂലവും അനുഭവിച്ച സാഹചര്യത്തിൽ എൻ്റെ വൈഫ് ഈ നമ്പർ എടുത്ത്, അല്ലെങ്കിൽ ഈ നമ്പറിലോട്ട്, ഈ പാസ്റ്ററിന്റെ നമ്പറിലോട്ട് വിളിക്കുവാൻ തയ്യാറായി. പാസ്റ്റർ ഈ നമ്പറിൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോ പാസ്റ്റർ പറഞ്ഞത് ഇതാണ്: മോളെ, കുഴപ്പമില്ല, ഞങ്ങളുടെ സഭ പ്രാർത്ഥിക്കും, ഞങ്ങളൊക്കെ തന്നെ പ്രാർത്ഥിക്കും. പക്ഷേ കർത്താവ് നിന്റെ ഈ വെന്റിലേറ്ററിൽ കിടന്ന് നിന്റെ ഭർത്താവ് അത്ഭുതകരമായി പുറത്തു വരും. നീ വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്ന് അവളുടെ അടുത്ത് പറയുവാൻ ഒരു ദൈവദാസൻ തയ്യാറായി. ആ ദൈവദാസൻ പറഞ്ഞ ആ വാക്കിനെ കേട്ടുകൊണ്ട് അവൾ വിശ്വസിച്ച് അവൾ ആയിരുന്ന സ്ഥലം നോക്കാതെ അവൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. കാരണം ദൈവദാസൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇനി എന്താ പറയാ, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഉപരി മോള് വിശ്വസിച്ചുകൊണ്ട് നീ ആയിരിക്കുന്ന സ്ഥലം ഏതാണോ അതൊന്നും നോക്കണ്ട, മുട്ടുമടക്കി പ്രാർത്ഥിച്ചാൽ നിന്റെ കണ്ണീരിനെ കാണുന്ന, അല്ലെ നിന്റെ സങ്കടങ്ങളെ കാണുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരും, അല്ലെ നിന്റെ ഭർത്താവിന്റെ മരണകരമായ സാഹചര്യത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും എന്ന് പറയുവാനിടെ അവൾ ആ സാഹചര്യത്തിൽ അവിടെ ആ ഹോസ്പിറ്റലിലാണ് എന്ന് നോക്കാതെ പോലും മുട്ടുമടക്കി അവൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. ആ പ്രാർത്ഥന കണ്ടപ്പോൾ അസഹിഷ്ണുതയോടെ പല എൻ്റെ ബന്ധുക്കളാണെങ്കിൽ പോലും എൻ്റെ സുഹൃത്തുക്കൾക്കാണെങ്കിൽ പോലും അവർക്കെല്ലാം അസഹിഷ്ണുതയോടെയാണ് അവളെ നോക്കിയത്. കാരണം ഇവർക്ക് വട്ടായോ ഭ്രാന്തായോ, ഭർത്താവ് ഇന്ന പോലെ തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ അത് കേട്ടുകൊണ്ട് ഭ്രാന്തായി പോയെന്നാണ് അവൾ പോലും വിചാരിച്ചിരുന്നത്. പക്ഷേ അവരെല്ലാം വിചാരിച്ചിരുന്നത്. പക്ഷെ അവള് മുട്ടുമടക്കി വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. കാരണം അവൾക്ക് മനസ്സിലായി, കാരണം ഇന്നലെ വരെ ഞാൻ പ്രാർത്ഥിച്ചത് കൂട്ടുള്ള ഒരു പ്രാർത്ഥന ആയിരുന്നില്ല, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വളരെ ഇതോടുകൂടി പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് വെന്റിലേറ്ററിൽ വീണ്ടും എൻ്റെ വെയിൻ പൊട്ടുവാനിടയായി. ഒന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോഴും അവൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി വീണ്ടും ആർജവത്തോടെ. നമുക്ക് ചില സാഹചര്യങ്ങളിൽ നമുക്കറിയാം, ഇന്നിപ്പോ ഞാൻ ഈ വിശ്വാസ ഗോളത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ 2.5 വർഷമേ ആകുന്നു. പക്ഷേ ഈ 2.5 വർഷം കൊണ്ട് എൻ്റെ അനുഭവത്തിൽ എനിക്കറിയാം, കാരണം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു അത്ഭുതം നടന്നില്ല എങ്കിൽ, അല്ലെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അന്നേരം ഒരു വിടുതൽ കിട്ടിയില്ല എങ്കിൽ മനസ്സ് മടിക്കുന്ന ഒത്തിരി പ്രാർത്ഥിക്കുന്നവരെ എനിക്കറിയാം. അപ്പൊ അന്ന് ഒരു ഹൈന്ദവയായ ക്ഷേത്ര പൂജാരിയുടെ ഭാര്യ അവിടെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ പ്രതികൂല സാഹചര്യങ്ങൾ കടന്നു വന്നു. കാരണം അന്നേരം വേണമെങ്കിൽ മാനുഷികമായി ചിന്തിച്ചാൽ അന്നേരം വേണമെങ്കിൽ അയ്യോ ഇത് ശരിയല്ല, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചതെന്ന് പോലും മനസ്സിൽ വരാം. പക്ഷെ ആ സാഹചര്യം തരണം ചെയ്തുകൊണ്ട് അവൾ വീണ്ടും പ്രാർത്ഥിക്കുവാനുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അവള് ഇന്നലെ വരെ പ്രാർത്ഥിച്ചൊരു ദൈവത്തെ അല്ല പ്രാർത്ഥിക്കുന്ന, ഇത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുട്ടുമടക്കി അവിടെ ആയിരുന്ന സ്ഥലത്ത് മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോൾ, വിശ്വസിച്ചുകൊണ്ട് അവൾ മുട്ടുമടക്കിയപ്പോൾ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി ഒരു പൂജാരി കടന്ന, ഒരു ക്ഷേത്ര പുരോഹിതൻ കടന്ന വെന്റിലേറ്ററിൽ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ ദൈവം കാണിച്ച ഒരു ദർശനവും ഒരു പ്രകാശവും എനിക്കത് പറയുമ്പോൾ എനിക്ക് എങ്ങനെ പറയണമെന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ്. കാരണം അത് ഓർക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ്. കാരണം എൻ്റെ മനസ്സിലും, അല്ലെങ്കിൽ എന്താ പറയാ, അത് പറയുമ്പോൾ എന്തൊക്കെയോ എനിക്ക് സ്പർശിക്കുന്നത് പോലെ ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ആ സാഹചര്യത്തിൽ എൻ്റെ ദൈവം ഇറങ്ങി വന്ന്, കാരണം എന്നോട് ഒരു വെട്ടമെന്നുള്ള രീതിയിൽ ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ദർശനങ്ങളൊക്കെ കാണിച്ചു. കാരണം ഒരു സഭ എന്നെ കാണിച്ചു, അവിടെ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരിൽ ഒരാളെ എന്നെ കാണിച്ചു, ചില പ്രാർത്ഥിക്കുന്നവരെ ദൈവം കാണിച്ചു. അപ്പൊ എനിക്കൊരു കാര്യം പറയാനുണ്ട്, പ്രാർത്ഥിക്കുന്നവനെ തിരിച്ചറിയുന്ന ഒരു ദൈവമാണ്. കാരണം ഒരു പൂജാരിയെ കാണിച്ചത് ഹൈന്ദവ ക്ഷേത്ര പുരോഹിതന്മാരെ അല്ല കാണിച്ചത്, ഒരു എന്താ പറയാ, ചർച്ചിൽ
പ്രാർത്ഥിച്ച ദൈവമക്കളെയും അതിൽ പ്രധാനപ്പെട്ട ദൈവദാസനെയും എന്നെ കാണിച്ചു തന്നു ആ വെന്റിലേറ്ററിന്റെ അകത്ത് വെച്ച്. ആ വെന്റിലേറ്ററിന്റെ അകത്ത് വെച്ച് പക്ഷെ ഈ ദർശനത്തിലൂടെ അല്ലെങ്കിൽ ഈ ദർശനം കണ്ടതിന് ശേഷം എൻ്റെ കണ്ണ് അല്പം തുറക്കുകയും അല്ലെങ്കിൽ ഞാൻ എൻ്റെ അസുഖത്തിൽ നിന്നും വിട്ടുമാറി എന്നെ വേറൊരു റൂമിലോട്ടാണ് കൊണ്ടുപോയി. ആ റൂമിലും കുറച്ച് ദിവസം ഞാൻ പിന്നിടുമ്പോൾ അവിടെ ഞാൻ അങ്ങനെ സംസാരിക്കുന്നില്ലെങ്കിലും പക്ഷെ എൻ്റെ മനസ്സിൽ ഓരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ദൈവം ഇടപെടുന്നതും സഭകൾ അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ കാണിച്ചു തന്നു. അവിടെ നിന്ന് അല്പം ശമനം കിട്ടിയപ്പോൾ എൻ്റെ സഹോദരിയുടെ വീടായ വട്ടപ്പാറ എന്ന് പറയുന്ന ട്രിവാൻഡ്രം ജില്ലയിൽ വട്ടപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ സഹോദരി താമസിക്കുന്നുണ്ട്. അങ്ങോട്ട് മാറ്റി. അവിടെ ചെന്ന് ഞാനിങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് ഒരു സൂം മീറ്റിംഗ് ഇതേപോലെ നടക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ വൈഫ് ഒരു ഞാൻ കേൾക്കണ്ട എന്നുള്ള രീതിയിൽ ഒളിച്ചിരുന്നിട്ട് അവള് ഇങ്ങനെ കേൾക്കുന്നുണ്ടായി. ഒളിച്ചിരുന്നെന്നുള്ളതല്ല, എൻ്റെ മുമ്പിൽ നിന്നും മാറിയിരുന്ന് അവൾ അത് കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കേൾക്കുന്ന സമയത്തൊക്കെ കാരണം ദൈവദാസന്റെ അടുത്ത് എൻ്റെ വൈഫ് അന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ദൈവദാസൻ ചോദിച്ചു, ഈ ദൈവം നിന്നെ വിടുവിച്ചാൽ, നിന്റെ ഭർത്താവിനെ വിടുവിച്ചാൽ, അല്ലെ നിന്റെ ഭർത്താവിനെ ജീവനോടെ പുറത്തു കൊണ്ടുവന്നാൽ നീ ഈ വിശ്വാസം സ്വീകരിക്കുമോ എന്ന് അവളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവള് പെട്ടെന്ന് പറഞ്ഞ ഇതാണ്, എൻ്റെ ഭർത്താവ് ക്ഷേത്ര പുരോഹിതനാണ്, ക്ഷേത്രപൂജ, അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ല. പക്ഷേ എന്താ പറയാ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവിനെ തിരിച്ചു തന്നാൽ ഞാൻ വിശ്വസിക്കും. ഭർത്താവിന്റെ കാര്യം എനിക്കറിയില്ല, ഞാൻ ഈ മാർഗത്തെ സ്വീകരിക്കുമെന്ന് അവൾ അന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അന്നിട്ടാവാം ഈ സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് ഒക്കെ അവരുടെ അടുത്തുള്ളൂ. പക്ഷെ ഞാൻ ഈ സൂം മീറ്റിംഗ് കണ്ടപ്പോൾ, എന്നെ ഇടയ്ക്കൊന്ന് കാണിച്ചപ്പോൾ, അല്ലെ ശബ്ദം കേട്ടപ്പോൾ, ഞാനതൊന്ന് കാണണമെന്ന് പറഞ്ഞപ്പോൾ ആ ദൈവദാസനെ എനിക്ക് എവിടെയോ വെച്ച് കണ്ടതുപോലൊരു തോന്നൽ. ആ തോന്നല് പിന്നെ എന്നെ പഴയ ദർശനത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ കണ്ട ദർശനങ്ങളും അതെല്ലാം എനിക്ക് ഓർമ്മ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് പറഞ്ഞതാണ്, മനസ്സിലാക്കണം, ഒരു ക്ഷേത്ര പുരോഹിതനാണ്, ക്ഷേത്ര പൂജാരിയായിരുന്നു. 48-ൽ പരം ക്ഷേത്രങ്ങളിലെ ക്ഷേത്ര പൂജാരിയായിട്ട് നിന്ന ഒരുവന്റെ മനസ്സിൽ മറ്റുള്ള ദൈവങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ ആരാധിച്ച ദൈവങ്ങളൊന്നും അല്ല എനിക്ക് വേണ്ടിയിട്ട് വന്നത്. എന്നെ ദൈവം കാണിച്ച ദർശനത്തിനനുസരിച്ച് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ദൈവദാസനെ കണ്ടു. ഞാൻ അപ്പൊ പറഞ്ഞു, എനിക്ക് ഈ സഭയില് എനിക്കൊരു ദിവസം പോണം. സഭയിൽ നിന്നാണ് പറഞ്ഞു, അന്ന് എന്തോ പറഞ്ഞു, ചർച്ച് എനിക്ക് ഒരു ദിവസം പോണം. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഈ ചർച്ചിലേക്ക് ഞാൻ കടന്നു വരാൻ തയ്യാറായി. അങ്ങനെ എന്നെ ഞാൻ എൻ്റെ എന്താ പറയാ ചർച്ചിലോട്ട് കടന്നു വന്നു. ആ സ്ഥലത്തെത്തിയപ്പോ തന്നെ, കാരണം ഈ ചർച്ച് എനിക്കൊരു പുതുമയുള്ള ചർച്ച, ആദ്യമായിട്ട് കാണുന്ന ഒരു ചർച്ച എന്നുള്ളൊരു തോന്നല് എനിക്ക് വന്നിട്ടില്ല. കാരണം ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് പോലുള്ള ഫീലിംഗ് ആണ് എനിക്ക്. കാരണം ഞാൻ അവിടെ വന്ന് ഇറങ്ങിയതും ആ വന്ന വഴിത്താരെ ഉള്ളത് പോലെയാണ് എന്റെ മനസ്സിൽ തോന്നിയത്, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. വീണ്ടും ഞാൻ അവിടുന്ന് ഇറങ്ങി വരുമ്പോഴും ഞാൻ കണ്ട അതേ എന്താ പറയാ ചർച്ചിന്റെ അകത്തോട്ട് കയറുമ്പോൾ അവിടെ നിരത്തിയിട്ടിരുന്ന കസേരകളുടെ കളറ് പോലും ഞാൻ കണ്ട അതേ കളർ. യേശു ജീവിക്കുന്നു എന്നൊരു ബോർഡ്, അതും ഞാൻ കണ്ട ബോർഡാണ്. ആ ബോർഡിനെ അവിടെ എനിക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ പ്രാർത്ഥിക്കുന്ന അനേകം പേരുണ്ട്. പക്ഷെ അതിൽ പ്രാർത്ഥിച്ച, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ചില മുഖങ്ങളെ എനിക്ക് കാണാൻ പറ്റും. ദൈവം എന്നെ കാണിച്ചു തന്ന ചില മുഖങ്ങളെ അവിടെ കാണാം. അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുന്നത്, ഇന്നലെ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞെന്നെ ഒരു പ്രേരണയാലെ നീ ഇവിടെ വരണം, അല്ലെങ്കിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു സഭയുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞെന്നെ കൊണ്ടുവന്നതല്ല. അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചവരാണ് എന്ന് ഒരു ദൈവദാസന്മാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എൻ്റെ ഭാര്യ പോലും പാസ്റ്ററുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് പാസ്റ്റർ പറഞ്ഞ മറുപടി ഇതാണ്, അവൻ ദൈവം തൊട്ട് പുറത്തു കൊണ്ടുവരുവാണെങ്കിൽ അവൻ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമേ പുറത്തു വരൂ എന്ന് ആ ദൈവദാസൻ പറഞ്ഞു. പക്ഷെ അവൾ ആ പ്രാർത്ഥനയിൽ ഈ പറയപ്പെടുന്നിടത്ത് ഞാൻ അവിടെ എത്തുമ്പോഴും ആ കണ്ട ബോർഡുകളും കസേരകളും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ചില മുഖങ്ങളെയൊക്കെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, ദൈവം ഇതെല്ലാം ഞാൻ നേരിട്ട് കണ്ടതാണല്ലോ, എന്നെ ദൈവം കാണിച്ചു തന്നതാണ്. പിന്നെ എനിക്ക് ഈ മാർഗത്തെ, കാരണം ഞാൻ താമസിക്കുന്ന ഏരിയയില് ഈ പറയപ്പെടുന്ന ഹൈന്ദവ വിശ്വാസം മാത്രമേ ഉള്ളൂ.
അവിടെ ഒരു എന്താ പറയാ ചർച്ചാകട്ടെ, അല്ലെങ്കിൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കൾ അവിടെ അത് ഇല്ല. ഇല്ലെന്ന് വേണം. പേരിൽ ഒന്നോ രണ്ടോ ഒക്കെ ഇപ്പൊ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ അന്നായിരുന്ന സമയത്തൊക്കെ എനിക്ക് അറിവ് പോലും ഇല്ല അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന്. പക്ഷെ അപ്പൊ എനിക്ക് മനസ്സിലായത് ഈ മാർഗത്തിലോട്ട് ഞാൻ എങ്ങനെ ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് എന്റെ മനസ്സിലുള്ള ഒരു വ്യഗ്രത. അല്ലെങ്കിൽ അയ്യോ, ഞാൻ കണ്ട ഇപ്പൊ പറയുമ്പോ പോലും എനിക്ക് ആ ഒരു ഫീലിങ്സ് ആണ് നിങ്ങളുടെ അടുത്ത് സംസാരിക്കും. കാരണം ഒരു സാക്ഷ്യം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അങ്ങനെ ഞാന് ഈ ആ ചർച്ചിൽ ഇറങ്ങി നിന്നപ്പോൾ എല്ലാം ഞാൻ കണ്ട അതേ കാഴ്ച. ആ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാനുഷികപരമായ ഒരു ഇടപെടലല്ല. ഇത് ദൈവികപരമായ ഒരു ഇടപെടലാണ്. അപ്പോൾ ഞാൻ ആ ആ ദൈവദാസന്റെ അടുത്ത് ചോദിച്ചു, ഇതിൽ ഞാൻ എങ്ങനെ ഈ മാർഗത്തിലോട്ട് ഞാൻ കയറി വരാം? എങ്ങനെ എനിക്ക് ഈ മാർഗം സ്വീകരിക്കാൻ പറ്റും? കാരണം ദേവദാസനെ ഇത് ഞാൻ എൻ്റെ അടുത്ത് ആരും പറഞ്ഞു തന്നതല്ല. ഞാൻ കണ്ട ദർശനപ്രകാരമാണ് ഞാൻ ഈ ചർച്ചയിൽ വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ദേവദാസൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം. ഇതിന് വേണ്ട ചില വഴികളെക്കുറിച്ചും ചില വശങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സ്നാനപ്പെടേണ്ട കുറച്ച് ക്ലാസ്സുകളും ഒക്കെ എനിക്ക് തരുവാനിടയായി. ആ തരുവാനിടയായ സാഹചര്യത്തിൽ വീണ്ടും ഞാന് അങ്ങനെ നിൽക്കുമ്പോ ദേവദാസൻ പറഞ്ഞ റൂട്ടിലൂടെ, കാരണം നിങ്ങള് എന്താ പറയാ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഈ വിശ്വാസം അടുത്തുള്ള ഏതെങ്കിലും ഒരു ചർച്ചയിൽ നിങ്ങൾ ഇപ്പോഴും ഞാൻ അടുത്ത് അങ്ങനെ ഒരു ചർച്ചയേ ഇല്ല. നമ്മുടെ നാട്ടിലില്ല. പക്ഷേ നിങ്ങളെ ദൈവം കാണിച്ച ഒരു ചർച്ചാണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുടരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? ഞാന് എന്റെ ജീവിത മാർഗങ്ങള് നേരത്തെ തന്നെ ക്ഷേത്ര പൂജയും വേറെയുള്ള ജോലി എനിക്കറിയില്ല. അവിടെ നിന്ന് നേരെ ഞാനിവിടെ ഈ പറയപ്പെടുന്ന ചർച്ചിന് കുറച്ച് ദൂരം മാറി ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ചു. അവിടെ താമസിച്ചു മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് എന്നെ വീണ്ടും ആ ഈ പറയപ്പെടുന്ന ആ ചർച്ചിനോട് ചേർന്ന് വീണ്ടും ഞാൻ എന്താ പറയാ മുൻപോട്ട് പോയി പോയി ആ ആ, പിന്നെ കർത്താവിനോട് ചേർന്ന് സ്നാനപ്പെട്ടു. ആ ആ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ സ്നാനപ്പെട്ട് മുൻപോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ രോഗികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന ഒരു ശനിയാഴ്ച അവിടെ നടത്തുന്നത്. കാരണം ഞാനായിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വിളി വരാറുണ്ട്. തൻ്റെ ലിവർ മാറ്റ് വെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ആപ്റ്റായിട്ടുള്ള ലിവർ വരും. അങ്ങനെ ഒരു 3-4 വട്ടം ഞാൻ അവിടെ പോയി. അപ്പൊ എനിക്ക് ആപ്റ്റ് ആകാത്തത് കൊണ്ട് എന്നെ മാറ്റി അദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ ഇങ്ങനെ മാറ്റി മാറ്റി പോവുകയായിരുന്നു. ഒരു ദിവസം ദൈവദാസൻ ആ രോഗികൾക്കായിട്ടുള്ള എല്ലാ ഇംഗ്ലീഷ് മാസം 2-ാം ശനിയാഴ്ച അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. സോറി, അവസാന ശനിയാഴ്ച ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ രോഗികൾക്കായിട്ടുള്ള ഒരു പ്രാർത്ഥന നടക്കുമ്പോഴത്തേ അവിടെ ഇരുന്നപ്പോൾ ദൈവദാസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്റെ കരൾ മാറ്റിവെക്കേണ്ടി വരത്തില്ല, നീ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഞാനപ്പോ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് വീണ്ടും അദ്ദേഹം പറയുവാൻ തയ്യാറായി. ഞാനത് വിശ്വസിച്ചതിന്റെ 3-ാമത്തെ ദിവസം വീണ്ടും ആ ഹോസ്പിറ്റലിലോട്ട് വീണ്ടും വിളിച്ചു. എന്റെ ചെക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അവിടെ കടന്നു വന്നു. ഡോക്ടർമാരെ എന്നെ നോക്കി നോക്കി അവരുടെ ഇതിൽ എനിക്ക് ഒരു ലിവറിന്റെ പ്രവർത്തനം 20% മാത്രമേ, 100-ൽ 20% മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. കാരണം 20% ആണെങ്കിൽ പോലും 100% പവറോട് കൂടിയിട്ടാണ് എന്നെ ദൈവം നടത്തുന്നതെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അപ്പോ അദ്ദേഹം ഡോക്ടർമാര് പറയുന്നത് 20%. പക്ഷെ ഞാന് ഡോക്ടർമാർക്ക് പോലും ഒരു അത്ഭുതം. കാരണം ഇത്രയും 20% ഉള്ളപ്പോൾ അദ്ദേഹത്തിന്റെ എന്താ പറയാ മാനസിക അവസ്ഥകളും എല്ലാം ഡോക്ടർമാർ കണ്ടിട്ട് വീണ്ടും, കാരണം എന്ന് വെച്ചാൽ എനിക്ക് ലിവർ മാറ്റ ശസ്ത്രക്രിയക്ക് ആദ്യമേ മെയിൻ ലിസ്റ്റിലായിരുന്നു. ഇപ്പൊ അത് താഴ്ന്ന് 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 താഴ്ന്നു. ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഈ അറിഞ്ഞിട്ട് ദൈവത്തെ, സത്യദൈവത്തെ തിരിച്ചറിഞ്ഞിട്ട് 2.5 വർഷമാകുന്നു. ഈ 2.5 വർഷത്തിനുള്ളിൽ 14 ജില്ലകളിൽ പോയി. ഈ 14 ജില്ലകളിൽ പോയി എന്റെ ദൈവത്തെ, എനിക്ക് ചെയ്ത വിടുതലിനെ ഞാൻ വിളിച്ചു പറയുവാൻ ആർജവം കാണിച്ചു. ഈ 2.5 വർഷം കൊണ്ട് അനേകം പേരെടുത്ത് സത്യദൈവം ആര് എന്ന് പറയുവാനായിട്ടുള്ള ഒരു ഉണർവ് എന്റെ ശരീരത്തിനുണ്ടായി. അല്ലെങ്കിൽ എനിക്ക് ദൈവം ചെയ്ത അത്ഭുതം മറ്റുള്ളവരുടെ അടുത്ത് പറയണമെന്നുള്ള പ്രേരണയുണ്ടായി. ഞാൻ അനേകം പേരെടുത്ത് പോയി എന്റെ സാക്ഷ്യങ്ങളെ പറയാറുണ്ട്. ഞാൻ എന്റെ നാട്ടില് പലരും എന്താ പറയാ എന്റെ ഈ സാക്ഷ്യമൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും
ആ വിശ്വസിക്കുന്നവർ കാണും. ചിലപ്പോൾ അതിൽ അവര് പറയാറുണ്ട്, നിനക്ക് വേണ്ടി സാമ്പത്തികങ്ങളെല്ലാം സംഘടിപ്പിച്ചു തന്ന ഞങ്ങളാണ്. ഇപ്പൊ നിന്നെ ദൈവം രക്ഷിച്ചു എന്ന് നീ പറയുന്നത് ശരിയാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ അവരുടെ അടുത്തുള്ള മറുപടി, ഞാൻ ഇന്ന് വരെ എന്താ പറയുക, ഞാൻ കുടിച്ച പായസത്തിന്റെ മധുരം എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് ഞാൻ എല്ലാ ഇതിലും പറയുന്ന പോലെ. കാരണം ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ പറയുവാൻ പറ്റുള്ളൂ. പക്ഷെ അവരൊക്കെ തന്നെ എന്റെ മാറ്റത്തെ കണ്ട് അവരൊക്കെ അത്ഭുതത്തോടെ ഇരിക്കുകയാണ്. പക്ഷെ പലരും എന്നെ വിളിക്കാറുണ്ട്. പലർക്കും വേണ്ടി ഇപ്പോൾ ഞാനായിരുന്ന ക്ഷേത്രത്തിലെ പലര് പോലും എന്നെ വിളിച്ചിട്ട് ഈ മാർഗ്ഗത്തിന്റെ എങ്ങനാണ് ഈ മാർഗ്ഗത്തിലോട്ട് വരണ്ടേ? എന്താണ്? ഞാൻ പലർക്കും വേണ്ടിയിട്ട് എന്താ പറയാ പ്രാർത്ഥിക്കാറുണ്ട്. ഒരു പ്രാർത്ഥന പോലും നല്ല രീതിയിൽ ഈ 2.5 വർഷം കൊണ്ട് എനിക്കറിയില്ല. പക്ഷേ ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. അവർക്ക് വലിയ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതെല്ലാം എന്നിലൂടെ ദൈവം ചെയ്തെടുത്ത്, കാരണം എന്താ പറയാ, ഈ ഡോക്ടർമാരും അതുപോലെ തന്നെ എല്ലാവരും എന്നെ തീർന്നു അല്ലെ തള്ളിക്കളഞ്ഞെടുത്തെന്ന് എന്റെ മരണപാശങ്ങളെ അഴിച്ച് എന്നെ പുറത്തു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. ഈ സത്യം എനിക്ക് മറച്ചു വെക്കാൻ പറ്റില്ല. കാരണം ഞാന് ഇപ്പൊ ഈ പറയുന്ന പോലെ പോകുമ്പോൾ തന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും വരുന്നുണ്ട്. ഓരോ ദിവസങ്ങളും ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോണതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ ബുദ്ധിമുട്ടിലും എന്നെ എന്താണ് കരം പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ദൈവമുണ്ട്. അതാണ് എന്താ പറയാ, ആ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മറ്റൊന്നും നമുക്ക് വിഷയമില്ല. കാരണം എന്റെ ക്ഷേത്ര പുരോഹിതന്മാർ പലവരും പറഞ്ഞു, നിന്റെ ഇപ്പൊ അസുഖത്തിന് അല്പം കുറവുണ്ടല്ലോ, വേറെ വിഷയമൊന്നും ഇല്ലല്ലോ, കുഴപ്പമില്ല, നിനക്ക് അടുത്ത ക്ഷേത്രം തരാം, ക്ഷേത്രത്തിലോട്ട് പോവാം. അല്ലെങ്കിൽ നിനക്ക് സ്വന്തമായ ഒരു ജ്യോതിഷമോ എന്തെങ്കിലുമൊക്കെ മാറി ചിന്തിച്ചാൽ വീണ്ടും അനേകം സാമ്പത്തികങ്ങൾ എനിക്ക് കിട്ടും. എനിക്കറിയാം ഈ മാർഗത്തിലൂടെ പോയ അനേകം സാമ്പത്തികങ്ങൾ വീണ്ടും എന്റെ കരങ്ങളിൽ വരാം. പക്ഷേ ഞാൻ അതിനെ ചപ്പും ചവറും എന്ന് എണ്ണി അതിനെ മാറ്റി നിർത്തി. കാരണം എന്റെ ജീവിതത്തിൽ മരിച്ചു പോകും അല്ലെങ്കിൽ ഡോക്ടർമാർ എഴുതിയെടുത്തുന്ന കരങ്ങളെ പിടിച്ചു പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം. ആ ദൈവത്തോട് ചേർന്ന് നിന്ന് ഓരോ നിമിഷവും സഞ്ചരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങളാണ് നടക്കുന്നത്. ഓരോ അത്ഭുതങ്ങളാണ്. കാരണം എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെയാണ് എന്നെ വിളിക്കുന്നത്. വളരെ സന്തോഷം. കാരണം ആ വിളിക്കുമ്പോൾ തന്നെ ഞാൻ എന്റെ സാക്ഷ്യത്തെ പറയും. ഇന്ന് തന്നെ ഇതിലോട്ട് വിളിക്കുമ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് ഓക്കെ ഞാൻ വരാം. എനിക്ക് ഇന്ന് 6:30ക്ക് വേറൊരു മീറ്റിംഗിൽ ഇതുപോലെ പോകേണ്ടതായിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്റെ ദൈവത്തെ ഇപ്പൊ ആരെടുത്ത് ഉയർത്തി ഉയർത്തി പറയണം, അല്ലെങ്കിൽ എന്റെ ദൈവത്തെ ദൈവം ചെയ്ത് എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതത്തെ എന്താ പറയാ, എനിക്കിങ്ങനെ പറയണം. പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു സുഖം, അതെനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എനിക്കൊരു വല്ലാത്ത വിഷമം തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോ ഈ കുറഞ്ഞ 2.5 വർഷമേ ആകുന്നുള്ളൂ ദൈവത്തെ രുചിക്കാൻ തുടങ്ങി. കാരണം 2.5 വർഷങ്ങൾക്ക് മുമ്പ് അനവധി ക്ഷേത്രങ്ങളിലെ പൂജകൾ നടത്തി, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരാൻ വേണ്ടി അനേകം സാമ്പത്തികങ്ങൾ മറ്റുള്ളവരുടെ നിന്ന് മേടിച്ച് പരിഹാരാദി പൂജ ചെയ്യുമ്പോൾ ഇവിടെ പിന്നെ അവിടെ ഹോമാദി ദ്രവ്യങ്ങളൊക്കെ ഇട്ട് അവിടെ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി സാമ്പത്തികങ്ങൾ മുടക്കും. പക്ഷെ ഇവിടെ ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ പറയുന്നു, 2 3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഇറങ്ങി വരുന്നൊരു ദൈവം. ഹല്ലേലൂയ. ആ ദൈവത്തെയാണ് ഞാനിപ്പോൾ ഉയർത്തുന്നത്. കാരണം ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്ന് പറയുന്ന ഒരു ദൈവത്തെ. ഹല്ലേലൂയ. കാരണം നമ്മൾ ഈ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഈ കാണിക്കുന്നതൊന്നുമല്ല. കാരണം ഈ വചനം പറയുന്നു, എന്താ പറയുന്നത്, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് ഒരിക്കൽ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരുമെന്നുള്ളൊരു സത്യം മറ്റുള്ളവരിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പലയിടത്തും പോയി ഞാൻ സാക്ഷ്യം പറയാറുണ്ട്. പലരുടെ അടുത്തും ഞാൻ സത്യദൈവത്തെ പറ്റി ഉയർത്താറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഈ പറയപ്പെടുന്ന മാറ്റങ്ങൾ, കാരണം പ്രതികൂലമായി ഓരോ ദിവസം പോകുമ്പോഴും എന്നെ അത്ഭുതകരമായി കരം പിടിച്ച് നടത്തുന്ന ദൈവം. ഇപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട്, ഇപ്പൊ ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ, നിങ്ങളുടെ രോഗം കംപ്ലീറ്റ് മാറും? ഇപ്പോഴും ഞാൻ ചെക്കപ്പിന് പോകുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും അന്ന് പറയാം, എനിക്കറിയാം ഈ ഈ ഈ ലിവർ ദൈവം തൊട്ട ലിവറാണ്, ഇത് ഇനി മാറ്റി വെക്കേണ്ടി വരില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം എൻ്റെ പുറകെ അത് പിന്തുടരുകയില്ല. കാരണം ഒരു വലിയൊരു മാറ്റത്തിലേക്കാണ് എന്നെ ദൈവം കരം പിടിച്ചു കൊണ്ടുവന്നത്. കാരണം ജീവിക്കുന്ന ഒരു ദൈവമേ ഉള്ളൂ. ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ജീവിക്കുന്ന ഒരു ദൈവം. കാരണം മറ്റുള്ളതിനൊക്കെ നമ്മൾ ആരാധിച്ച് ഞാൻ പോയിരുന്നപ്പോൾ പലപ്പോഴും, കാരണം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കവാടമണിയടിച്ച് ക്ഷേത്ര നട തുറന്ന ഒരു ക്ഷേത്ര പൂജാരിയാണ് തന്റെ സാക്ഷ്യത്തെ പറയാൻ. അവിടെ ഞാൻ പോയി പൂജകളും പല പല മന്ത്രങ്ങൾ
സംസാരിക്കാത്ത ദൈവം, പക്ഷേ ഇവിടെ ഒരു ദൈവം നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന ദൈവം, നമ്മളെ ജീവനോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. ഈ ദൈവത്തിന്റെ എന്താ പറയാ, എനിക്ക് അത് പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. കാരണം ബൈബിൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളെങ്കിൽ പോലും, 2.5 വർഷമേ ആയിട്ടുള്ളെങ്കിൽ പോലും എനിക്കിപ്പോ ബൈബിള് തറയിൽ വെക്കാൻ എന്താ പറയാ, എനിക്ക് എന്തോ ഒന്നില്ലാത്ത പോലെ ആയിത്തീരുക. കാരണം എൻ്റെ അമ്മ ഈ വിശ്വാസത്തിലോട്ട് വന്നിട്ടില്ല. എൻ്റെ സഹോദരിമാർ ഈ വിശ്വാസത്തിലോട്ട് വന്നിട്ടില്ല. അവരിപ്പോഴും ക്ഷേത്രങ്ങളിലും ഇതുമായിട്ട് നടക്കുന്നവരാണ്. പക്ഷേ അവര് ഇപ്പോൾ അവർ ബൈബിൾ വായിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ അവർ ബൈബിളിലെ സത്യത്തെ മനസ്സിലാക്കാൻ തുടങ്ങി. പതുക്കെ പതുക്കെ അവരും എന്താ പറയാ, സത്യദൈവത്തെ സ്വീകരിക്കുമെന്നുള്ളൊരു വിശ്വാസം എന്നിലുണ്ട്. അതുപോലെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പലരും പറയും, "നീ മതം മാറിയ അങ്ങനാണ്, ഇങ്ങനാണ്, നീ മതം മാറിയവനല്ലേ?" പലരും എൻ്റെ അടുത്ത് മിണ്ടാതരായി. കാരണം ഞാൻ ആത്മാർത്ഥതയോട് സ്നേഹിച്ച ഒത്തിരി സൗഹൃദങ്ങളുണ്ട്. ഞാൻ ആത്മാർത്ഥതയോട് ഇടപെട്ട ഒത്തിരി ബന്ധുക്കളുണ്ട്. അവരെല്ലാം എന്നോട് വെറുത്തു. അല്ലെങ്കിൽ ഈ മാർഗത്തിലോട്ട് പോയത് അവരറിഞ്ഞപ്പോൾ എല്ലാവരും എന്നെ വെറുത്തു. ആരൊക്കെ വെറുത്താലും നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലേ. ആരൊക്കെ മാറിയാലും. കാരണം ഈ ദൈവമുള്ള കാരണം ഞാൻ മറ്റുള്ളതിനെ ഒന്നും ശ്രേഷ്ഠതയായിട്ട് എണ്ണുന്നില്ല. എനിക്ക് ശ്രേഷ്ഠതയായിട്ടുള്ള ഒന്നേ ഉള്ളൂ. ആ ദൈവത്തെ ഞാൻ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റുള്ളതൊന്നും ഒരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജീവിതത്തിൽ വളരെ പ്രതികൂലങ്ങൾ വരാറുണ്ട്. പക്ഷേ ആ പ്രതികൂലത്തിന്റെ ഇടയിലും എന്നെ ചേർത്ത്, കാരണം ഈ സൂമിലൂടെ, ഈ മീറ്റിങ്ങിലൂടെ എൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുന്നവരടുത്ത് എന്നേക്കാൾ പ്രഗത്ഭരായവരുണ്ടാവാം. ഈ വചനത്തെ അല്ലെങ്കിൽ എന്താ പറയാ, ഇതിൽ തന്നെ ജീവിക്കുന്നവരാണ് നിങ്ങൾ. പക്ഷെ ഞാൻ ഈ എന്താ പറയാ, ഈ സാക്ഷ്യം പറയുമ്പോൾ തന്നെ ഈ ബൈബിള് ഞാൻ മാറോട് ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത്. കാരണം എനിക്കൊരു ഉറപ്പും ധൈര്യവും തരുന്നത് എൻ്റെ ദൈവമാണ്. കാരണം ഞാൻ അധികം ഫോണിലൂടെയോ ഒരു സൂം മീറ്റിംഗ് പോലും ഞാൻ അധികം പങ്കെടുത്തിട്ടില്ല. അധികം എന്നല്ല, ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. കാരണം എനിക്കത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. കാരണം അതിപ്പോ ഇപ്പൊ വിളിച്ച ആ സിസ്റ്ററിന് അറിയാൻ പറ്റും. കാരണം എന്റെ ജീവിതത്തിൽ ആരെടുത്ത് എനിക്ക് എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം ചെയ്ത അത്ഭുതത്തെ മറ്റുള്ളവരോടത്ത് പറയണം. കാരണം അന്ധകാരത്തിൽ കിടക്കുന്നവരെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരണം. അന്ധകാരത്തിൽ കിടക്കുന്ന അനേകം തലമുറകൾ, അന്ധകാരത്തിൽ കിടക്കുന്ന ഒത്തിരി ജനങ്ങൾ, അവർക്കറിയില്ല. അവർക്കറിയാം ഇന്നും അവരും എന്താ പറയാ, എന്തെങ്കിലും ഒരു മുക്തി കിട്ടണമെന്നും വേണ്ടി സാമ്പത്തികങ്ങൾ എറിഞ്ഞ്, ഞാൻ ഈ അടുത്ത ഒരു ദിവസം തന്നെ ഒരു പിന്നെ സഹോദരിയുമായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ മകള് 30 വയസ്സ് കഴിഞ്ഞു. ഒരു ജ്യോതിഷന്റെ അടുത്ത് പോയി. അവര് പറഞ്ഞു ഇന്ന പോലാണ്, ചൊവ്വാദോഷമാണ്, അതാണ് ഇതാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞു അവരെ കെട്ടിവെച്ച്, അവര് സാമ്പത്തികങ്ങൾ മൊത്തം അവര് കൊടുത്തും പൂജകളും വഴിപാടും. ഇന്നും ആ കുട്ടി അങ്ങോട്ട്, ഞാൻ പറഞ്ഞു, നിങ്ങള് ഇതൊക്കെ ചെയ്തവനാ ഞാൻ. ആ തെറ്റ് ഞാൻ ഇപ്പോഴും എന്താ പറയാ, ആ തെറ്റ് അല്ലെങ്കിൽ ആ വിഷമം ഇപ്പോഴും കൊണ്ടു നടക്കുന്നവനാണ് ഞാൻ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊന്നും വേണ്ടാത്തൊരു ദൈവമുണ്ട്. കാരണം കാരണം ലോകസ്ഥാപനത്തിന് മുമ്പേ കണ്ടൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കണം. സത്യദൈവത്തെ തിരിച്ചറിയണം. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അവർ ഇതെല്ലാം മാറ്റി. പക്ഷെ അവർ എനിക്ക് തോന്നുന്നു അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ചർച്ചിലോട്ട് കടന്നു വരുമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഏതായാലും 2-3 ആഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിന് അല്പം മാറ്റങ്ങളൊക്കെ ആയി തുടങ്ങി. അവര് എന്നെ വിളിച്ച് പല കാര്യങ്ങളും തിരക്കാറുണ്ട്. ഞാൻ പോകുന്ന ചർച്ചിനെ പറ്റി പറയാറുണ്ട്. അവരുമായി അവര് സംസാരിക്കാറുണ്ട്. അപ്പോ ജീവിതത്തിൽ ഓരോ കാരണം എൻ്റെ ജീവിതത്തിൽ വന്നത് വളരെ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരാളെ കരൾ മാറ്റി വെച്ചെങ്കിൽ മാത്രമേ ജീവിക്കത്തുള്ളൂ. ഒരുത്തന്റെ കരൾ മാറ്റിവെച്ചെങ്കിൽ മാത്രമേ അവൻ ജീവനിലേക്ക് തിരിച്ചു വരൂ എന്ന് ഡോക്ടർമാർ തള്ളി. വീട്ടിൽ എന്നെ തിരിച്ചുകൊണ്ട്, ഞാൻ മരവിച്ച എൻ്റെ ശരീരം കൊണ്ടുവരാൻ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ഒരുങ്ങി തയ്യാറെടുത്ത് നിന്ന സാഹചര്യത്തിൽ ഭാര്യയുടെ അലമുറയിട്ട കരച്ചിൽ കേട്ടപ്പോൾ ഒരമ്മ കൊണ്ട് കൊടുത്ത ഒരു ട്രാക്ട്, ഒരു നമ്പര്, ആ വിളിച്ച ദൈവദാസനും ആ സഭയും, ആ സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദീനക്കാരനെ, സഭ ശ്രദ്ധയോടുള്ള പ്രാർത്ഥന ദീനക്കാരനെ സൗഖ്യമാക്കി. വചനം അയച്ച് എന്താ പറയാ, വചനം അയച്ച് സൗഖ്യം തരുന്നൊരു ദൈവം. കാരണം എൻ്റെ ഭാര്യ എടുത്ത് പറഞ്ഞതാണ് ദേവദാസൻ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. പക്ഷെ അവക്കറിയത്തില്ല, ഈ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും എന്നുള്ളൊരു വചനമാണെന്ന് പോലും അവക്കറിയില്ല. പക്ഷെ അവളത് വിശ്വസിക്കുവാൻ തയ്യാറായി.
അപ്പൊ ഈ തീർന്നു പോകുന്ന സാഹചര്യത്തിൽ ഒരു നമ്പർ കൊണ്ട് കൊടുക്കുകയും, അനേകം പേര് ഇതേപോലെ അന്ധതയിലും അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസത്തിലൊക്കെ പെട്ട് കിടപ്പുണ്ട്. പക്ഷെ അവരുടെ അടുത്ത് നമ്മൾ ഇതേപോലെ ഒരു ട്രാക്റ്റ് കൊണ്ട് കൊടുക്കുമ്പോഴോ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരുടെ അടുത്ത് എത്തിക്കുമ്പോഴോ, സത്യദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോഴോ, നമ്മുടെ സാക്ഷ്യത്തെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോഴോ അവരുടെ മനസ്സിൽ രൂപാന്തരം ഉണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള, കാരണം ഞാൻ എൻ്റെ ഭാര്യ അന്ന് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഞാനും തീർന്നു പോകേണ്ട സാഹചര്യമാണ്. പക്ഷെ അവിടെ സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച്, അവൾ വിളിക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ എന്നെ പുറത്തു കൊണ്ടുവന്ന ഒരു ദൈവം. അപ്പൊ ആ ദൈവം അനേകം പേരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റുന്ന സമയങ്ങളിലൊക്കെ ഞാനും എന്താ പറയാ, എന്റെ സാക്ഷ്യവുമായിട്ട് ഈ പറയപ്പെടുന്ന 14 ജില്ലകളിലും പോയി എന്നെ ദൈവം കൊണ്ടുവന്ന വഴിയെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. പലരും പറയും, നിനക്ക് ഇനിയും തിരിച്ചു വരാം, ക്ഷേത്ര പൂജ ചെയ്യാം, സാമ്പത്തികങ്ങൾ ഉണ്ടാക്കാം, നിന്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ട്, അതൊക്കെ മാറും. മറ്റുള്ളവരും, ഞാൻ പറഞ്ഞു, മാറി, ഇനി സാമ്പത്തികം കൊണ്ട് എന്റെ തലവഴി ഇട്ട് തന്നാലും എനിക്കൊന്നും വേണ്ട. എൻ്റെ ദൈവത്തെ എനിക്ക് രുചിച്ചറിഞ്ഞ് കണ്ട ഇതേപോലുള്ള സന്തോഷത്തിൽ അങ്ങ് പോയാൽ മാത്രം മതി. കാരണം ഇപ്പൊ എനിക്ക് ദൈവ സാന്നിധ്യത്തിൽ നിന്നൊരു അല്പം പോലും എൻ്റെ വീട്ടിന്റെ ആ ഏരിയയിൽ പോലും പോകാൻ പറ്റുന്നില്ല. മറ്റൊന്നും കൊണ്ടല്ല, എല്ലാം സ്നേഹമായിട്ടും വളരെ സൗഹൃദമുള്ള ആൾക്കാരാണ് എൻ്റെ നാട്ടിൽ. കാരണം എനിക്ക് വേണ്ടി ഒരുപക്ഷെ മാനുഷികമായി അവർ ഒത്തിരി സാമ്പത്തികങ്ങളൊക്കെ കണ്ടുപിടിച്ചവരാണ്, തന്നവരാണ്. കാരണം അവനെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടെ, അത് മാനുഷികമായിരുന്നു. പക്ഷെ ആ സാമ്പത്തികങ്ങളെല്ലാം കൊണ്ട് കൊടുത്തിട്ട് പോലും ഡോക്ടർമാർക്ക് എൻ്റെ തിരിച്ചു കിട്ടുമെന്ന് പറയാൻ പറ്റിയില്ല. ആ സാഹചര്യത്തിൽ നിന്നാണ് എൻ്റെ ദൈവം കൊണ്ടുവന്നത്. അപ്പൊ എൻ്റെ വീടിന്റെ പരിസരത്തൊക്കെ പോകുമ്പോഴും എനിക്ക് അവിടെ നിൽക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാരണം തലമുറകള് നശിച്ചു പോണു, മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ നശിക്കുന്ന ഒരു പറ്റം തലമുറകൾ. അത് അവർക്ക് വേണ്ടി, അവരെയും പ്രാർത്ഥിച്ച് നേടുവാൻ വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥനയിലൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുള്ളൂ, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടവരായി വരണം. അതുപോലെ തന്നെ അന്ധതയിൽ കിടക്കുന്ന ഒത്തിരി ഒത്തിരി ജനങ്ങളുണ്ട്, അവരുടെയൊക്കെ ഇടയിൽ എന്നെയും ഉപയോഗിക്കണം അപ്പ എന്ന് മാത്രമാണ് ഞാൻ ഈ പറയപ്പെടുന്ന 2.5 വർഷങ്ങൾക്കുള്ളിൽ ഞാൻ ഒരു ദൈവവചനം പോലും നല്ല രീതിയിൽ അറിയില്ല. പക്ഷെ ഇതെന്നെ നയിക്കുകയാണ്. എന്താ പറയുക, എന്നെ ദൈവം അങ്ങനെ കൊണ്ടു നടക്കുകയാണ്. പക്ഷെ ഈ ഒരു സാക്ഷ്യം നിങ്ങളോട് പങ്കുവെക്കാനും, അല്ലെങ്കിൽ നിങ്ങളോട് ഇവിടെ ചേർന്ന് എൻ്റെ സാക്ഷ്യത്തെ അനുഭവം സ്ഥിരീകരിക്കുവാനും പറ്റിയത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ, കേൾക്കാം കേൾക്കാം. ഓക്കെ. ഓക്കെ ഓക്കെ, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ എന്നെ വിളിച്ച ആ, എല്ലാ ദൈവദാസന്മാരെയും, അതുപോലെ തന്നെ ഈ സൂം മീറ്റിംഗ് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഈ ആർജവത്തോടെ ഒരു ക്ഷേത്ര പൂജാരി ആയിരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞൊരു സാക്ഷ്യമാണ് ഈ സാക്ഷ്യം. എന്താ പറയാ, വീണ്ടും എനിക്കൊരു ആർജവം തരാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന, പ്രെയർ ഗ്രൂപ്പിലൊക്കെ എനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രം. കാരണം എൻ്റെ വൈഫ് ഉണ്ട്. ഞാൻ ആദ്യമേ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോയത് കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്കൊരു തുടക്കമില്ല. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന പോലൊക്കെ തന്നെയാണ് ഞാനും അങ്ങ് പറഞ്ഞു പോണേ. എനിക്ക് എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട്, 2 സഹോദരിമാരുണ്ട്. ഞാൻ വിവാഹിതനാണ്. എൻ്റെ വൈഫിന്റെ പേര് ജിഷ എന്നാണ്. ചിന്നു എന്ന് വീട്ടിൽ വിളിക്കും. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, കുട്ടികളായിട്ടില്ല. അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം. ദൈവം ആരോഗ്യം തന്നു കഴിഞ്ഞാൽ അനേകം പേരെടുത്ത് എനിക്ക് ചെയ്ത അത്ഭുതത്തെ വിളിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എനിക്ക് അടുത്ത എന്താ പറയാ, വേദനയുണ്ടോ? ഹലോ, ഓക്കെ ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. ഓക്കെ ഓക്കെ. അപ്പൊ എൻ്റെ ജീവിതത്തിലെ സാക്ഷ്യമാണ് ഞാനിങ്ങനെ പറഞ്ഞത്. കാരണം സൂം മീറ്റിങ്ങിലൂടെ അധികം മീറ്റിങ്ങിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല. അപ്പൊ ദൈവം എന്നെ കൊണ്ടുവന്ന രീതികളെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഈ സാക്ഷ്യം എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യത്തിൽ നിന്നും മാറുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? തീർച്ചയായും. സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. സാക്ഷ്യം കണ്ടിട്ട് കർത്താവെ, അങ്ങ് ചെയ്ത അത്ഭുതത്തെ കണ്ടിട്ട് അനേകം പേർ എന്നെ വിളിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ കർത്താവെ,
ഈ പ്രാർത്ഥന, ഈ പ്രെയർ ഗ്രൂപ്പിനെ അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, അനേകം പേരെ അന്ധതയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, അനേകം പേരുടെ പാപത്തെ മോചിക്കുവാൻ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പ് ദൈവമേ സജ്ജമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനേകം പേരെ കർത്താവെ ഉയർത്തിക്കൊണ്ടുവരാൻ, സത്യദൈവത്തെ തിരിച്ചറിയിപ്പിക്കുവാൻ ഈ ഗ്രൂപ്പ് അനുഗ്രഹമാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിലുള്ള എല്ലാ ദൈവ മക്കളെയും അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന വചനം കേട്ടുകൊണ്ട് ഞങ്ങളും ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങിയതാണല്ലോ അപ്പ. ദൈവമേ, വെന്റിലേറ്ററിൽ മരണവാസങ്ങളെ അഴിച്ചൊരു ദൈവത്തെ കണ്ടവനാണല്ലോ അപ്പ. ആ ദൈവം ഇറങ്ങി വന്ന സാന്നിധ്യത്തെ ഇവരുടെ മേൽ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവം ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മേഖലകളെയും തുറന്നു കൊടുക്കുന്നുണ്ട്. അനേകം ആത്മാക്കളെ നേടേണ്ടവരായി മാറേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ.